ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഓപ്പണെന്ന് വെച്ചാൽ സീനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇത് ഇട്ടായിരുന്നു, അതുപോലെ പോസ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, അടിപൊളി ഒരു ടീം തന്നെയാണ് വന്നത്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓപ്പോണൻ്റ് കേട്ടോ, മാച്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം അവരുടെ ഫോർവേഡ് ആണെങ്കിലും രസമുണ്ട്, അവരുടെ സ്ക്വാഡും രസമുണ്ട്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റെ പേര് ഇപ്പോൾ ഒരു ആരാന്ന് നോക്കട്ടെ. ഗൈസ്, ഒപ്പോണൻ്റെ ലൂയിസ് റോമൻ്റെ കണ്ടം ടീം. കണ്ടം ടീമിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ച്. എങ്ങനെ ഉണ്ടാവും നോക്കാം. സീനാണ് എന്തായാലും. ഞാൻ കണ്ടായിരുന്ന സ്കോഡൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം. മെസ്സി ടു കേസ്മിറോ ടു വെരാറ്റി ടു കർലെ ടു പാസ്സായി. മറ്റേ കൂടി ആരാ നോക്കാം. സാബി, അതുപോലെ തന്നെ വീണ്ടും ഓക്കെ സണ്ണിലേക്ക് ഗൈസ്. സൺ ടു ബ്രൂണോ, വീണ്ടും കയറുന്നുണ്ട് അക്കറിലെ ഗൈസ്. വീണ്ടും കോസ്റ്റാട്ടെ സാബി, ബ്രൂണോക്ക് മിച്ച് വീണ്ടും ഗൈസ് സൈഡിലേക്ക് നെയ്മർ ഓടുന്ന ക്ലോസ് കറക്ലെ കേസ്മിറോ റിവാൾഡോ നൈസ്. ആസ്റ്റൺ എടുത്തു ഗൈസ്. റിവാൾഡോ ടു മെസ്സി ടു കിമിച്ച് ടു എയ്സ്. അവിടെ നടന്നില്ല അല്ലേ. നൈസൊരു പാസ്സായിരുന്നു. നെയ്മർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നെയ്മർ ടു നെയ്മർ ഗൈസ് അവിടെ അവനെടുത്തിട്ടുണ്ട്. പോസ്റ്റ് അറ്റാക്കിയോടാ ഗൈസ്. എൻ്റെ മോനെ സണ്ണിൻ്റെ അവിടെ നിന്ന് ഷോട്ട് ഇട്ടോ ഗൈസ്. ഇതിപ്പോൾ പണിയായനെ കണ്ടില്ല അവിടുന്ന് വന്നാൽ വരുന്നു ഗൈസ്. എന്തായാലും സണ്ണ് അടിച്ചിട്ടുണ്ട്, പക്ഷേ കോർണർ കിക്കാണ്. അപ്പോൾ ഈ മാച്ചിൽ ഫസ്റ്റ് കോർണർ കിക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ സാബിയാണ് അടിക്കുന്നത്. സാബി നമുക്കും ഉണ്ട് കേട്ടോ ഗൈസ്. കോസ്റ്റാട്ടെ ഗൈസ്. മെസ്സി രണ്ട് ടീമിലുണ്ടല്ലോ. കോസ്റ്റാട്ടെ സെർജിയോ റാമോസ്. എൻ്റെ മോനെ ഗൈസ് ഓഫ് സൈഡ് ആയിപ്പോട്ടോ, അല്ലെങ്കിൽ അതൊരു ഗോളാണ്. എൻ്റെ പൊന്നെ മോനെ ഹെഡ് ചെയ്തിട്ട് വീഴ്ത്തിയത്. എന്തായാലും നോക്കാം ഗൈസ്. അങ്ങനെ 21 മിനിറ്റ് വരെ എത്തി. ഒരാളും ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ സണ്ണ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. ഗൈസ് നെയ്മർ, അതൊരു പണിയായി പോയോ. ഇല്ല മാർക്കിനസ്. നെയ്മർ ഓളെ എൻ്റെ മോനെ ഗൈസ് പണി വാളി. ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് 23-ാം മിനിറ്റിൽ. ഗോളെ അതൊരു ചെറിയ പണിയായിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവശ്യമില്ലാണ്ട് ത്രൂ പാസ് കൊടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഗൈസ് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും തിരിച്ചു വരാം. ഓക്കെ മെസ്സി ടു കേസ്മിറോ ടു വെരാറ്റി ടു കർലെ ടു വെരാറ്റിനെ വീഴ്ത്തിയിട്ടുള്ള സാബി അലോൺസോ. വീണ്ടും ഷോട്ട് സാബി ടു സൺ ടു കോളെ ടു അത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കട്ട് വീണ്ടും കോർണർ കിക്കാൻ തോന്നുന്നു. വീണ്ടും അവർക്കൊരു കോർണർ കിക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത് തന്നെ. ഗൈസ് ഓക്കെ, എന്തായാലും ഈ മാച്ച് കഴിയാൻ ടൈം ഉണ്ടല്ലോ, നമുക്ക് അടിച്ച് ഗോളാക്കാം. സാബി അലോൺസോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ റിവാൾഡോ ടു മെസ്സി ടു കേസ്മിറോ ടു ഗൈസ്. ചെറിയ ഫാൾട്ട് പറ്റി. പോസ്റ്റാട്ടെ ഗൈസ്. മാർക്കിനസ് എടുത്തിട്ടുണ്ട്. വീണ്ടും സാബി അലോൺസോ. ഗൈസ് മാർക്കിനസ് ടു മെസ്സി ടു എൻ്റെ മോനെ മെസ്സിയെ വീഴ്ത്താനുള്ള പരിപാടി. നെയ്മർ ടു കിമിച്ച് ടു റിവാൾഡോ. എൻ്റെ മോനെ ഷോട്ട് ഗൈസ്. അടിപൊളി ഗോൾ തന്നെ. ആ വരവ് കലക്കി കേട്ടോ ഗൈസ്. എന്തായാലും റിവാൾഡോ അങ്ങനെ 30-ാം മിനിറ്റിൽ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഡണ്ണാർമയാണ് ഇവരെ ഓടി. അടിപൊളി ഗൈസ്. അതൊരു നൈസ് എന്തായാലും അസിസ്റ്റും പാസൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി. ഓക്കെ, ഇതുപോലെയുള്ള നീക്കങ്ങളാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ നൈസ് പാസ്സായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ നെയ്മർ
ഓക്കെ, ത്രോയും കിട്ടിയിരിക്കുകയാണ് അവർക്ക്. ഓക്കെ, ആരോ സാബി റൺസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ 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 മെസ്സി ടു റിവാൾഡോ ടു ഗൈസ് കക്കറിലെ. എൻ്റെ മോനെ നല്ലൊരു വരവാണ് കക്കറിലെ. ഗൈസ് ഓൺ ഗോൾ അടിച്ചത് എനിക്കൊന്ന് ബാസ്റ്റ് അടിയാണെന്താണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഒരു ഗോൾ കൂടെ ലീഡ് പിടിച്ചിട്ട് നൈസ് കേട്ടോ. അത് നൈസായി. ഞാൻ സത്യം ത്രോയാണ് കൊടുത്തത്, പക്ഷെ നൈസായിരുന്നു ഗോള്. ഓക്കെ, സാബി റൺസ് ടു വീണ്ടും റോണോ ഗോളെ ടു നെയ്മർ ഡൊമിനിഗോ വാളി സണ്ണ്. സീൻ തന്നെ കേട്ടോ. എന്തായാലും അവന്മാർ പുറകെ പിടിക്കുന്നുണ്ട്. 46 മിനിറ്റിൽ പുറകെ 2 ഗോളുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചടിക്കാം. ഇപ്പം എന്തായാലും ഒരു അടിപൊളി ഗോൾ കേട്ടോ. 2 ഇതിൽ നിന്ന് ഓപ്പണൻ്റ് ഇട്ടേ. ഓക്കെ, അപ്പോൾ എന്തായാലും നൈസൊരു സണ്ണിനോട് ഷോട്ട്. അപ്പോൾ മിക്കവാറും ഹാഫ് ടൈം ആവും. ഓക്കെ, മെസ്സി ടു കേസ്മിറോ ടു മെഗലൻ ടു കർലെ ടു റിവാൾഡോ. ഗൈസ് അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കണ്ടന്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഷോട്ട് ഉണ്ടായിരുന്നിട്ട് നോക്കുകയാണെങ്കിൽ ഷോട്ട് അവർ 5 നമ്മൾ 1 ഷോട്ട് അടിച്ചിട്ടുള്ളൂ. 5-1. പക്ഷെ നമ്മളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്ക് ഒരു ഓൺ ഗോൾ പിന്നെ അല്ലാണ്ടും ഡ്രൈവറിനെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപ്പോള് വേണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പോൾ വേണ്ട. അൽവാരസ് ഉണ്ട്. ഇൻസാഗിനെ നമ്മൾ മാച്ചിന് ഇറക്കിയിട്ടില്ല. സാബി ഉണ്ടോ? സാബി അവിടെ ഉണ്ട്. അവർക്കും സാബി, നമുക്കും സാബി. പിന്നെ ഡിജോങ് ഉണ്ട്. അൽവാരസ് കുറച്ച് കഴിയുമ്പോൾ ഇറക്കാം. സല വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, ഓപ്പണൻ്റ് ആവുന്നുള്ളൂ. ഓക്കെ, പിന്നീട് മിസ്റാസും ഉണ്ട്. ഹക്കീമി കളത്തി സ്ട്രെങ്ത് കുറഞ്ഞു, അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ മാച്ചിന് പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം ഗൈസ് എന്താവും ഹാഫ് ടൈമിന് ശേഷം. ഓക്കെ, ആദ്യത്തെ ഗോൾ അടിച്ച ആൾ സാബി അലോൺസോ. ടൊമേരോ തീ കളിയായിരിക്കും ഗൈസ് ഹാഫ് ടൈമിന് ശേഷം. വീണ്ടും സാബി ടു ഗൈസ് അതൊന്നും കിട്ടിയില്ല. കേസ്മിറോ ട്രിഗർ കുറച്ചോട്ടെ ഓടി എടുത്തടാ. ഗൈസ് ഓളി എന്തായാലും എടുത്തിട്ടുണ്ട്. അത് സീനില്ല എടുത്തുകൊണ്ട്. ഓക്കെ, റിവാൾഡോ ടു കർലെ ടു അടിയാടാ റിവാൾഡോ അറ്റാക്കിങ് വന്നു. വീണ്ടും സണ്ണ് ഗുണ്ടറങ്കൻ എടാ കോളെ എടുത്തിട്ടുണ്ട് ഗൈസ്. പണി പാടിക്കില്ല കർലെ. ഷോട്ട് എടുത്തിട്ടുണ്ട് മെസ്സി. ഗൈസ് വീണ്ടും റോണോ ഫെർണാണ്ടസ് കിമ്മിച്ചിനെ അടിയിട്ടുണ്ട്. കിമ്മിച്ച് ടു മെസ്സി. കുറച്ചുകൂടി കർവിയായിരുന്നു ഗൈസ്. ഓക്കെ, ഗൈസ് വീണ്ടും ഒരു ഷോട്ട്. ഓക്കെ, വീണ്ടും ഷോട്ടിനൊരു ഫസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് രണ്ടാളും കൂടെ എങ്ങനെയും പിടിച്ചോളും. എൻ്റെ മോനെ അവിടെ നിന്ന് ഒരു ത്രോയിനാട്ടോ. കോളി അതെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഗോ അടിക്കും. ഹെഡ് അടിച്ചിട്ട് റിവാൾഡോ മെസ്സി. എൻ്റെ മോനെ കിമ്മിച്ചിട്ട് നെയ്മർ. ഗൈസ് വീണ്ടും നെയ്മർ വീണ്ടും ക്രോസ്. ഗൈസ് അവിടെ നിന്നൊരു ക്രോസിംഗ് ആണ് അവന്മാരെ നോക്കുന്നത്, ഹെഡ് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. അടക്കില്ലടാ ഗൈസ്. അങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം അവൻ ഏകദേശം ടൈമായി കൊണ്ടിരിക്കുകയാണ്. റിവാൾഡോ ഗൈസ് റാമോസ് എടുത്തിട്ടുണ്ട് ഗൈസ്. കർലെ ടു റിവാൾഡോ ടു ഗൈസ് തൊറോയിൻ പോയിരിക്കുന്നു ഗൈസ്. ഗൈസ് നൈസ് ഒരു പാസ്. മെസ്സി ടു കിമ്മിച്ചിട്ട് നെയ്മർ. ഗൈസ് നൈസ് ഒരു ഷോട്ട് ആയിരുന്നല്ലോ റിവാൾഡോ. കർലെ എൻ്റെ മോനെ സമ്മതിക്കുന്നില്ലോ. ഗൈസ് എടുത്തിട്ടുണ്ട് കർലെ. എൻ്റെ മോനെ ഒരു ഗോൾഡൻ ചാൻസ് കേട്ടോ. നൈസ് നെയ്മർ അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്.
അതൊരു അടിപൊളി ഗോൾ തന്നെ. കാരണം എന്താ പറയുക, പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ നിന്ന് പോകുന്ന വിചാരിച്ച്. എന്തായാലും അടിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ആരെ ഇറക്കും? അൽവാരസ് ഉണ്ട്, ഇൻസാഗി. അൽവാരസിന് ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ഭാഗ്യം പോലെ കിട്ടും. അതുകൊണ്ടാണ് അൽവാരസിനെ ഇറക്കാൻ ഗൈസ് നമുക്ക് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട്. കാരണം അൽവാരസിനെ ഇറക്കി കഴിഞ്ഞാൽ മിക്ക മാച്ചിലും അങ്ങനെ തന്നെയാണ്. മെസ്സിക്ക് ഒരു പാസ് അൽവാരസ് എങ്ങനെയെങ്കിലും ഒരുക്കും. അതുപോലെ തന്നെ ലിസറാസു ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഗൈസ്. അപ്പം നമുക്ക് നോക്കാം പോയിന്റ് വരട്ടെ ഗൈസ്. അത് എന്തായാലും അടിപൊളി പാസ്സായിരുന്നു കേട്ടോ. കർലാറ്റീവ് ഷോട്ട് ഞാനത് വിചാരിച്ചില്ല അത് കയറുമെന്ന്. പക്ഷെ അടിപൊളിയായിട്ട് ഗോൾ എന്താ കയറിയാ, അവരുടേതായ ഒരു അസിസ്റ്റ് ഇതിലും കയറി കേസ്. അപ്പം എന്തായാലും നൈസായിരുന്നു കേട്ടോ. ഇതുവരെയുള്ള മൂവ്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ലാസ്റ്റ് പോയിട്ട് പണിയാവരുത്, അതാണ്. ഇതൊരു ചൗപ്പേമൂട്ടി. ഈ പ്ലെയറിനെ നമ്മൾ ഇറക്കിയില്ല കേട്ടോ, നമുക്ക് ഈ അടുത്ത് തന്നെ കിട്ടിയാണ് കേസ്. ഇനിയിപ്പം വ്യാഴാഴ്ച എന്താ പറയുക, കുറേ ന്യൂ പാക്കൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ പറയുക. അപ്പം എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളൊക്കെ നമ്മളിങ്ങനെ ഇനി അപ്ഡേറ്റ് ആയിട്ട് വരും ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം. റൊണാൾഡോനെ അവരെ സബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ബാസ്റ്റണി, കോസ്റ്റേട്ട. ഓ ഗൈസ് വീണ്ടും ആരും എടുത്തിട്ടുണ്ട്. ഓ ഇതിപ്പോൾ 3-4 തവണയാണ് ഗൈസ് ഈ ഒരു ടൈപ്പ് ഷോട്ട്. റൊണാൾഡോനെ അവരാക്കേണ്ടല്ല നല്ല ഗൈസ്. കോസ്റ്റേട്ട. ഓ ഗൈസ് എടുത്തിട്ടുണ്ട്. അൽവാരസ് ടു മെസ്സി. എൻ്റെ മകൻ നൈസൊരു പാസ്, മെസ്സി ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും 88 മിനിറ്റ് നമ്മളങ്ങനെ അടുത്തൊരു ഗോൾ ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അൽവാരസ് കൊണ്ടൊരു എന്തായാലും ഒരു ഭാഗ്യമായി. ഓക്കെ അപ്പോൾ നൈസായിരുന്നു ആ ഒരു ഗോള്. 4-2 ഗൈസ്. ഡി ബ്രൂണി, റെനാച്ചോ, ഗൈസ്. റോഡ്രിഗറിനെ ഇറക്കിയാൽ നല്ല കേട്ടോ. കാരണം പുള്ളിയാണെങ്കിൽ കുറേ ഇതൊക്കെ ആക്കി തരും. ബ്രൂണോ ഫെർണാണ്ടസ്, എൻ്റെ മോനെ റൊണാൾഡോ, ഓസ്മാൻ. എൻ്റെ മോനെ സൈഡ് ചെയ്തിട്ട് ആരാണ് അടിച്ചത് ഗൈസ്. ഇതിപ്പം ലാസ്റ്റ് പോയി പണിയാവരുന്ന് എനിക്ക് ഇതുണ്ട്. ഇപ്പോൾ ഒരു ഗോളില്ലാതെ നമ്മൾ ടൈറ്റായി, രണ്ടുപേരും വൈകിക്കഴിഞ്ഞ് മാച്ച് പിരിഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മാച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് തോട്ടത്തിൽ ഗോൾ അടിച്ചു കേട്ടോ. ഇതൊരു ഗോൾ മഴ കളി തന്നെ. ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിച്ചതായിട്ട് പിടിയില്ല. രണ്ട് ടീമുകളും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ തുണയായി വന്നത് അൽവാരസിൻ്റെ ആ ലാസ്റ്റ് ടൈമിലുള്ള പാസ്സാട്ടോ. ഞാൻ അതാണ് അൽവാരസിനെ വെച്ചേക്കുന്നത്. ലാസ്റ്റ് ടൈം അൽവാരസും മെസ്സിയും തമ്മിലുള്ളൊരു കൂട്ടുണ്ട്. അപ്പോൾ അതാണ് നൈസ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മാച്ച് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, വ്യാഴാഴ്ച വരുന്ന സ്പിൻ ചെയ്തിട്ട് ഉറപ്പായിട്ടും കിട്ടുന്ന പ്ലെയർ ആരാന്ന് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എന്തായാലും എനിക്ക് അത്ര കോയിനൊന്നും ഇല്ല, 200 കോയിനേ ഉള്ളൂ. എന്നാലും നമ്മളെന്താ പറയുക, ഒരു ട്രിക്ക് വെച്ചിട്ട് കറക്കി നോക്കും ആരെ കിട്ടുകയെന്ന്. എന്തായാലും വ്യാഴാഴ്ച ആരൊക്കെ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം ആര് കിട്ടുകയെന്ന്. ചിലപ്പോൾ എന്താ പറയുക, ഈ അടുത്ത് എക്സാം ആയതുകൊണ്ടാണ്. റൊണാൾഡീനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റോബർട്ടോ കാർലോസിനെയൊക്കെ ഒന്നും കറക്കാൻ കഴിഞ്ഞില്ല. അന്ന് കോയിനും ഇല്ലായിരുന്നു കേട്ടോ. കോയിൻ ഉണ്ടായാൽ നമുക്കൊന്ന് ജസ്റ്റ് കറക്കി നോക്കി ആരെ കിട്ടുക നമുക്ക് നോക്കായിരുന്നു. ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു പ്ലെയർ റേറ്റിംഗ് ഉള്ളത് ഡിമാർക്കോ അവർക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഗോളിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. കോളയുടെ ഗോളാണ് ഇത്. ഫസ്റ്റ് ഇത് നമ്മൾ ചെറിയ അബദ്ധത്തിൽ കയറിയ കേട്ടോ ശരിക്കും. പവർഫുൾ ഷോട്ട് തന്നെ. എന്താല്ലേ ഗൈസ്, ഇത് ശരിക്കും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുത്തരുത്. കാരണം ലാസ്റ്റ് പണി ഇത് നൈസായിരുന്നു കേട്ടോ. കല്ലാൻ്റെ ത്രോ ഞാൻ സത്യത്തിൽ അങ്ങോട്ടാണ് കൊടുത്ത വരാട്ടിക്കാത്. പക്ഷെ നമുക്കൊരു ഇതായി ഓൺ ഗോൾ കയറിയല്ലോ. എന്താ മോനെ, ഇത് ചിലപ്പോൾ ട്രിക്ക് കേൾക്കോട്ടോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഗൈസ്. പിന്നെ സണ്ണിൻ്റെ അതൊരു നൈസ് ഗോളായിരുന്നു. അവിടെ നിന്നൊരു കിഡിലും ഷോട്ട് സണ്ണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സണ്ണിൻ്റെ ആ ഒരു പവർ ഷോട്ട് കണ്ടോ ഗൈസ്, നൈസായിരുന്നു. എന്തായാലും മാച്ച് നല്ല നൈസായിരുന്നു കേട്ടോ. അടി ഇത് മാത്രമേ ഉള്ളൂ. വീണ്ടും പിന്നെ ഈ ഷോട്ട് കല്ലേറ്റും നെയ്മറും ഇത് നൈസായിരുന്നു ഗൈസ്. എന്തായാലും എനിക്കെന്താ പറയുക, ഈ ഒരു മാച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം നമ്മളൊരു ബോറടിപ്പിക്കുന്നില്ല. കാരണം ഈ അടി എവിടെ നിന്ന് അടി വരുന്ന ഒരു പിടുത്തമില്ല. അമ്മാരി അടിയാണ്, അവിടെ നിന്ന് അടി ഇവിടെ നിന്ന് അടി, അതും കുറഞ്ഞ ടൈമിൽ. അപ്പം എന്തായാലും നൈസൊരു ടീമായിരുന്നു നമ്മുടെ കണ്ടന്റ് ടീം. ഓക്കെ ഇതുപോലുള്ള ഓപ്പോണൻറ്റ് ഇനിയും വരട്ടെ. ഓക്കെ ഇതൊപ്പം നൈസായിരുന്നു. പിന്നെ ഇത് ലാസ്റ്റത്തെ ഗോളല്ലേ, ഇത് നൈസ് ഇടല ഗോളായിരുന്നു. പിന്നെ നമ്മളവിടെ ജസ്റ്റ് ഒരു കേട്ടോ റോഡ്രിഗോ വരെ, അത് പക്ഷെ അവനെ കിട്ടിയ ചാൻസിൽ അടിച്ചതാട്ടോ. ഇല്ലെങ്കിൽ അത് ഒരിക്കലും ഗോളാവില്ല. കാരണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്ക് ഇറ്റ്സ് മീ ബൈ.